നല്ല കിടിലൻ ടേസ്റ്റിൽ നമുക്ക് ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാം. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയും കൂടെ ഒരു ബൗളിലേക്ക് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് വേണം ഇത് എടുക്കാനായിട്ട്. കാരണം ആ ഉപ്പ് ഈ പൊടിയിൽ നന്നായിട്ട് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ലൂസാക്കിയാണ് എടുക്കേണ്ടത്. നോർമലി നമ്മൾ ദോശ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ബാറ്റർ തയ്യാറാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏകദേശം ഒരു 2 കപ്പ് അളവിലുള്ള വെള്ളം ചേർത്തിട്ടാണ് ഇത് ലൂസാക്കി എടുക്കുന്നത് കേട്ടോ. അത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ദേ നോക്കൂ, ഞാനിത് ഇതുപോലെ നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് അരക്കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കരപ്പൊടി നല്ല ശർക്കരപ്പൊടിയാണ്, ഒട്ടും അഴുക്കില്ലാത്തതാണ്. പല പ്രാവശ്യം ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അതുപോലെ തന്നെ ഇതിനകത്ത് ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. അപ്പോൾ ഇത് നോക്കൂ, ഈ നെയ്യൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് ചെരുവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ അളവിലുള്ള ജീരകമാണ് ചേർക്കുന്നത്, ചെറിയ ജീരകം. അതുകൂടെ ചേർത്തിട്ട് ഒരു 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരുപാട് ഡ്രൈ ആയിട്ട് വറ്റിക്കരുത്, ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വെക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, ദോശയുടെ ബാറ്റർ, ഇതുപോലെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് ഉണ്ടാക്കരുത് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് വേണേൽ മൂപ്പിച്ച് എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ നോക്കൂ, എല്ലാം ഇതുപോലെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്, കണ്ടോ. ഇനി ഞാൻ 1 സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശ ഇതുപോലെ ഞാൻ ഒരു പ്ലേറ്റിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ ഫില്ലിങ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ നമുക്ക് ഇലയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. നമ്മൾ ഒന്നില്ലേ ഇലയുടെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓട്ടടയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് കല്ലേ വെച്ചിട്ട് അങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, നമുക്കിത് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേകത തന്നെ. ഇതുപോലെ ഞാൻ എടുത്തിട്ട് ദേ ഈ 2 വശവും ഞാൻ മടക്കി കൊടുത്തതിന് ശേഷം ബാക്കി 2 വശത്തിലെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഈ പേസ്റ്റ്, അതായത് നമ്മൾ മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ മടക്കി കൊടുത്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ പൊതിഞ്ഞെടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു പാനിലേക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ നമ്മുടെ പലഹാരം എടുത്ത് വെച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ചെറു തീയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. പതുക്കെ വേണം, എല്ലാം പൊട്ടിപ്പോകാത്ത വിധത്തിൽ കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ എടുക്കുക. വെളിയിലൊന്നും പോകത്തില്ല, അത്രത്തോളം നല്ല സേഫായിട്ടാണ് നമ്മളിത് പൊതിഞ്ഞെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കും. നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.